ഹായ് ഡേയ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. എന്തായാലും കണ്ണിനെയൊന്നും ദ്രോഹിക്കണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഈ അവസ്ഥ വരില്ലായിരുന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ വിഡിത്തമാണ് പറയുന്നത്, അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അമ്മയെപ്പോലെ മാറുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മാറാതെ പിന്നെ എങ്ങനെ ഇരിക്കാനാ? എപ്പോഴും അവരെ ഇങ്ങനെ ദ്രോഹിച്ച് എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കും? വല്ല പണിക്കും പോയി ജോലി ചെയ്ത് ജീവിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. മനുഷ്യൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാൻ പോലും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ വരുമ്പോൾ താനെ മനുഷ്യന്മാർ മാറിക്കൊള്ളുന്നൊക്കെ ഉണ്ണി കരുണയോട് പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെ പറയുന്നുണ്ട് നമ്മുടെ പ്രതാപനോട്, ഇത് കേട്ടില്ല വെച്ചാൽ ഇങ്ങേർക്കിത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇപ്പോഴത്തെ പണി, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ? അച്ഛൻ തന്നെ കേട്ടില്ലേ, ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെ കിട്ടിയാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് മഹിയും കണ്ണനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ കഴിയുന്നത്? ഇവരെപ്പോഴും മഹിയും കണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അമ്മയും മോൻ്റെയൊക്കെ സംസാരം. എന്തായാലും അമ്മ മാറി, ഇനിയിപ്പോൾ മകനും കൂടെ ഉടനെ മാറുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും തോമസ് സാറാണ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പെട്ടെന്ന് കരുണയാണെങ്കിൽ സംസാരം നിർത്തുന്നുണ്ട്. അങ്ങനെ തോമസ് സാറ് കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് സംസാരം അങ്ങ് മാറ്റിക്കളഞ്ഞത്? ഞാൻ വന്നത് കൊണ്ടാണോ? അല്ലെങ്കിലും ഞാനെല്ലാം തന്നെ കേട്ടു. അതൊന്നുമില്ല, അത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞതാണ്, അതാ ഞാൻ പറഞ്ഞത്. ഞാനെല്ലാം തന്നെ കേട്ടു. ഈ കണ്ണനെയും മഹിയും ദ്രോഹിക്കുക അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പണിയും ചെയ്യാനില്ലേ? സ്വന്തമായി ജോലിയെടുത്ത് അധ്വാനിച്ച് സുഖമായി ജീവിക്കരുതോ? ഇപ്പോൾ വയറ്റി നിനക്കൊരു കുഞ്ഞിന് ദൈവം വീണ്ടും തന്നിട്ടുണ്ട്. അതിനെ നോക്കി ഭർത്താവിനെയൊക്കെ നോക്കി ജോലിയൊക്കെ ചെയ്ത് സന്തോഷകരമായി ജീവിച്ചാൽ അതിനുമുണ്ടല്ലോ ഒരു സൗന്ദര്യം. പിന്നെ നീ എന്തിനാണ് നിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ആ ചേച്ചിയെ ദ്രോഹിക്കുന്നത്? നിങ്ങളുടെ അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന് തന്നെയാണ്. അവൾ നിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. എന്നിട്ടും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അവളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ കുഞ്ഞ് തന്നെയാണ്. പക്ഷെ നീ അതൊന്നും തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്ത കരുണയെന്നൊക്കെ നമ്മുടെ തോമസ് സാറ് കരുണയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തോമസ് സാറാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ ഒന്ന് മാറാൻ നോക്ക്. നീ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നിനക്ക് എതിരെ മാറുന്നതായിരിക്കും. എല്ലാ കാലത്തും ശത്രുതയോട് നിന്നാലൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സ്നേഹം വേണം, സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിന്നെയും സ്നേഹിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തോമസ് സാറാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോകുന്നുണ്ട്. പുറത്തിറങ്ങി തോമസ് സാറാണെങ്കിൽ പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ തന്നെ ആ കണ്ണിയും മഹിയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചർച്ച തന്നെയായിരിക്കുമല്ലോ ഇവിടെ തന്നെ. എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞേക്കാം, അധികം ഇവിടെ കിടന്ന് ഓരോന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ നിങ്ങളിങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ ചികിത്സിക്കില്ല, അത് നിങ്ങൾക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ തോമസ് സാറ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയാണെ പറയുന്നത്, ഇയാൾ എപ്പോൾ നോക്കിയാലും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിലും ഉണ്ണിയേട്ടൻ ഇപ്പോൾ വലിയ മോശമൊന്നുമല്ലല്ലോ. ഉണ്ണിയേട്ടൻ കുറച്ച് നേരത്തെ മുന്നേ എന്താ പറഞ്ഞത്? നമ്മുടെ അമ്മയെപ്പോലെ ആയാൽ മതിയെന്നും നമ്മുടെ കണ്ണനെയും മഹിയെ ഇനി ദ്രോഹിക്കേണ്ടെന്നും എങ്ങനെയൊക്കെ പണിയെടുത്ത് ജീവിക്കണം എന്നൊക്കെയാണ് ഉണ്ണിയേട്ടൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞത് എന്നൊക്കെ മേഘനാഥൻ നോക്കി ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ്. എത്രയാണെന്ന് വെച്ചിട്ടാണ് അവരെ ഇങ്ങനെ ദ്രോഹിച്ചാലും അവർക്കതൊന്നും ഒന്നും തന്നെ ഏൽക്കുന്നില്ല. തിരിച്ചടി കിട്ടിക്കൊണ്ടതാ ഇപ്പം എൻ്റെ കാല് വരെ ഇങ്ങനെ നഷ്ടമായി. മേഘേട്ടനെയും കണ്ടില്ലേ, സംസാരിക്കാനും വയ്യ, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. എനിക്കാണെങ്കിൽ സംസാരം ദേഷ്യം മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടൊരു ഭാഗ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, ആംഗ്യത്തിലൂടെ എന്തായാലും നമുക്കവരെ തീർത്തേ മതിയാവുള്ളൂ ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് നിൻ്റെ അച്ഛനെ വലിയ വിശ്വാസമൊന്നുമില്ല മോനെ, നിന്നിലാണ് കുറച്ചെങ്കിലും വിശ്വാസമുള്ളത്. നീയൊന്ന് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് അവർക്കൊക്കെ തിരിച്ചടി കൊടുക്കാൻ. നിൻ്റെ അച്ഛൻ എങ്ങനെയെങ്കിലും പൈസ കിട്ടുന്ന വഴി മാത്രമേ നോക്കുള്ളൂ, ശത്രുതയൊന്നും അയാൾ നോക്കില്ല. അയാളുടെ മോളെ കല്യാണം ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ നമ്മുടെ കണ്ണൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കാൻ തന്നെയാണ് ചാൻസ് എന്നൊക്കെ ഇങ്ങനെ പ്രതാപനാണെങ്കിൽ നമ്മുടെ വാമനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വാമനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാമൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീയൊക്കെ കാരണമാണ് ഞാനിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പരസ്പരം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രതാപം പറയുന്നുണ്ട് കരുണയോടായിട്ട്, ഞാനെന്തായാലും വീട്ടിലോട്ട് പോട്ടെ, അവിടെ മുത്തശ്ശി ഒറ്റയ്ക്കാണ്. നിൻ്റെ മോഹിനിക്ക് ഇപ്പോൾ വീട്ടിലൊന്നും നിൽക്കാൻ ഒരു സമയവും ഇല്ല, എപ്പോഴും ആ കമലേശ്വരോടൊത്ത് ഓടിപ്പോവാണ് അവളുടെ ഏറ്റവും വലിയ പണി ഇപ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ
പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് മടക്കയാത്രയൊക്കെ അയച്ചിട്ട് പ്രതാപനാണെങ്കിൽ കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായുടെ പ്രതാപ, ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ എന്താ ഒരു വിവരവും പറയാത്തത്? വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്നാണല്ലോ നീ പറഞ്ഞത്. എന്താ ആ കുഞ്ഞ് മരിച്ചു പോയോ? എന്താടാ, നിനക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനാണെ പറയുന്നുണ്ട്, അമ്മേ, നടന്നതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, എല്ലാം മറിച്ച് തന്നെയായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ആ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെയും അമ്മേനെയും പോലെ ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്ന് ചെയ്യുക എന്നല്ലാതെ വേറൊന്നും നടക്കില്ല. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ആ ജാനമ്മയുടെ മകന് കാലിന് വലിയ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റിരിക്കുകയാണ്. അവനാണ് ഇപ്പോൾ ആപത്തിലായിരിക്കുന്നത്. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞ് അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെന്നാണ് ജാനമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രതാപമായി നടക്കുന്നത്? തിരിച്ചടി കൊടുക്കുന്ന ആൾക്കാണല്ലോ വീണ്ടും തിരിച്ചടികൾ എന്നെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. അവരെന്നും സന്തോഷത്തോടെ തന്നെയാണല്ലോ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല അമ്മേ. ഞാൻ എന്തായാലും തിരിച്ചു പോകുന്നതിന് മുന്നേ എൻ്റെ മോളെ ഈ ഓണത്തിനെങ്കിലും സന്തോഷിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അതെൻ്റെ ഒരു വാശിയാണ്. അതെങ്ങനെ സന്തോഷിപ്പിക്കുമെന്നൊക്കെ എനിക്ക് ഇപ്പോൾ ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. പക്ഷേ അവൾക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഉണ്ണിയും കൊണ്ട് കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്. എന്തായാലും കമലേശ്വരം വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയും കരുണയും കാണുന്നത്, വാതിൽ തുറന്നു തരുന്നത് നമ്മുടെ മഞ്ജു തന്നെയായിരുന്നു. മഞ്ജു ആണെങ്കിൽ എന്താ രണ്ടുപേരും അന്തം വിട്ട് നോക്കുന്നത്, ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നും ഓണം കഴിഞ്ഞിട്ടേ പോകൂ എന്നുള്ളതും പറയുന്നുണ്ട് മഞ്ജു നമ്മുടെ ഉണ്ണിയോടാണെങ്കിൽ. ഉണ്ണിയോട് പറയുന്നുണ്ട്, നീയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിനെ ഇവിടെ സുരക്ഷിതമായി ഞാൻ വെച്ചിട്ട് പോവുക? അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, നീയും നിൻ്റെ ഭാര്യയൊക്കെ തക്കം നോക്കിയാൽ ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാത്തു നിൽക്കുന്നവരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, നിൻ്റെ അമ്മ മാറിയിട്ട് ഞാൻ വിശ്വസിച്ചില്ല, പിന്നെയാണോ നീയൊക്കെ മാറിയിട്ട് ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്? എന്തായാലും നിൻ്റെയൊക്കെ സ്നേഹം സത്യമാണോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അമ്മയുടെ മാറ്റം പോലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ എന്നൊക്കെ മഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, നീ മാറിയതുപോലെ ഞങ്ങൾക്കും മാറാൻ ഒരവസരം താ മഞ്ജു, ബാക്കി അപ്പോഴല്ലേ നടക്കാൻ പോകുന്നത്. എന്തായാലും നീ ഇങ്ങനെ മാറിയത് മാത്രം വിശ്വസിച്ചാൽ മതിയാവോ? ഞങ്ങൾക്കും കൂടെ മാറാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നാലല്ലേ നിനക്ക് ഞങ്ങളെയും വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പോഴേക്കും മഞ്ജു ചോദിക്കുന്നുണ്ട്, എത്രമാത്രം അവസരം കണ്ണേട്ടൻ തന്നിട്ടുണ്ട്, അപ്പോഴൊന്നും മാറാത്ത നിങ്ങൾ ഇപ്പം മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ വലിയ രഹസ്യമുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നീ എന്തായാലും ഉണ്ണി എൻ്റെ ചോരയല്ലേ, ഈ ഏട്ടാന്ന് വിളിക്കുന്നത് പോലും അത്രയേറെ വെറുപ്പുള്ളത് കൊണ്ടാണ്. അങ്ങനെ മഞ്ജുവാണെ പറയുന്നുണ്ട്, ഇനിയും ആ കുഞ്ഞിനെയും എൻ്റെ കണ്ണേട്ടനെയും മഹിയേട്ടത്തെയും വേദനിപ്പിക്കാനാണ് നീയൊക്കെ ഇങ്ങോട്ടേക്ക് വീണ്ടും കയറുന്നതെങ്കിൽ അതിന് ഇവിടെ നടക്കില്ല. എന്തായാലും കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഓണം കഴിഞ്ഞാൽ നിൻ്റെ കാല് ഭേദമായാൽ കഴിഞ്ഞാൽ അപ്പം നിനക്ക് ഇവിടുന്ന് പടിയിറക്കമാണെന്നും. എന്തായാലും ഞാനത് കാത്തിരിക്കുകയാണെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു ഇതൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിൻ്റെയൊക്കെ മടക്കയാത്ര എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും, അത് ഞാനും കാത്തിരിക്കുകയാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്